24 ബ്രേക്കിംഗ്. പാർട്ടിയെ നിലം പരിശാക്കിയ തെരഞ്ഞെടുപ്പ് വിധിക്ക് പിന്നാലെ കേരള കോൺഗ്രസ് എമ്മിൽ പൊട്ടിത്തെറി. മുന്നണി മാറാത്തതിൽ ചങ്ങനാശ്ശേരിയിൽ പരാജയപ്പെട്ട ജോബ് മൈക്കിൾ അതൃപ്തി പരസ്യമാക്കി. ജനവികാരം കൃത്യമായി വിലയിരുത്താൻ പാർട്ടിക്ക് സാധിച്ചില്ലെന്ന് ജോബ് മൈക്കിൾ 24-നോട് പറഞ്ഞു. ഞങ്ങളെ മുന്നണി മാറ്റം പാർട്ടിപരമായി ചർച്ച ചെയ്തില്ല. ചാനലുകാരും യൂട്യൂബേഴ്സും ഒക്കെ ഇറങ്ങി അത് ചർച്ച ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് അതിലേക്ക് പോകാൻ വേണ്ടി പറ്റിയില്ല. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഡേ ടു ഡേ കാര്യങ്ങൾ ചർച്ച ചെയ്യുക എന്നുള്ളതാണ്. അതിലേക്ക് എത്താൻ വേണ്ടി പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ ചർച്ച നടത്തിയിട്ടുമില്ല. ഇനിയെടുക്കുന്ന തീരുമാനങ്ങൾ ആലോചിച്ചായിരിക്കുമെന്ന് മുതിർന്ന നേതാവ് തോമസ് ചാഴികാടൻ 24-നോട് പറഞ്ഞു. തെരഞ്ഞെടുപ്പുകളിലൊക്കെ വിജയവും തോൽവിയും ഉണ്ടാകാറുണ്ട്. ആ രീതിയിൽ തന്നെയാണ് ഇതിനെ ഞങ്ങൾ കണക്കാക്കുന്നത്. തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ വലിയ തോൽവിയാണ് ഉണ്ടായിട്ടുള്ളത്, യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേരളത്തിൽ വലിയ മാറ്റങ്ങളുണ്ടായി. പക്ഷേ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങൾ ഉണ്ടായി എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുതന്നെയാണല്ലോ ഈ ജനങ്ങളുടെ പ്രതികരണം സൂചിപ്പിക്കുന്നത്. ഇത്രമാത്രം വലിയൊരു മുന്നേറ്റം മറുപക്ഷത്തിന് ഉണ്ടാകാനുള്ള കാരണം ജനങ്ങളുടെ വികാരം തന്നെയാണ്. കനത്ത തോൽവിക്ക് പിന്നാലെ കേരള കോൺഗ്രസ് എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം ജോണി ഏറത്ത് പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു. മുന്നണി മാറാത്തതിൽ നേതാക്കളിലും അണികളിലും അതൃപ്തി പുകയുകയാണ്. വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ ചേരുന്നു. ടോബി, കേരള കോൺഗ്രസ് എം അപ്രസക്തമായ തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ കഴിഞ്ഞത്. കേരള കോൺഗ്രസ് എമ്മിന് ഒരു പ്രതിനിധി പോലും നിയമസഭയിലേക്കില്ല എന്നത് ആ പാർട്ടിയെ സംബന്ധിച്ച്, ആ പാർട്ടിയുടെ ഭാവി സംബന്ധിച്ച് പ്രവർത്തകർക്കും നേതാക്കൾക്കുമൊക്കെ വലിയ ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് UDF-നൊപ്പം പോകണം എന്ന അഭിപ്രായമുള്ള നേതാക്കൾ കേരള കോൺഗ്രസ് എമ്മിലുണ്ടായിരുന്നു. പക്ഷേ ചില നേതാക്കളുടെ പിടിവാശി മൂലം അത് സാധ്യമായതുമില്ല. ഇപ്പോൾ കേരള കോൺഗ്രസ് എമ്മിൽ ഈ അപ്രസക്തമായ കാലത്ത് വലിയ തോതിലുള്ള പ്രതിസന്ധി രൂപപ്പെട്ടു വരികയാണല്ലോ ടോബി. ദിലീപ് കുമാർ, തീർച്ചയായിട്ടും ഏറെ ശ്രദ്ധേയമാക്കുന്നത് നേരത്തെ തന്നെ ഈ ഒരു പരാജയം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ പല നേതാക്കളും പ്രവർത്തകരും മുൻകൂട്ടി കണ്ടിരുന്നതാണ്. ജനവികാരം അവർ നേരിട്ട് വിലയിരുത്തുകയും ചെയ്തു. ഇക്കാര്യം നേതൃത്വത്തെ അറിയിച്ചു. അതാണ് ഈ മുന്നണി മാറ്റ ചർച്ചകളിലേക്ക് കടക്കണമെന്നുള്ള വാർത്തകൾ പ്രചരിക്കാനുള്ള ഒരു കാരണം കൂടി. എന്നാൽ ആ സമയത്ത് അത് കൃത്യമായി ചർച്ച ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളൊരു വിമർശനമാണ് ജോബ് മൈക്കിൾ നമ്മളോട് പങ്കുവച്ചത്. അതായത് താഴെത്തട്ടിൽ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പും കഴിഞ്ഞപ്പോൾ തന്നെ ജനവികാരം എന്താണെന്ന് മനസ്സിലായതാണ്. അത് പ്രവർത്തകർക്കും നേതാക്കൾക്കും അറിയാമായിരുന്നു. പക്ഷേ അത് ചർച്ച ചെയ്യാനുള്ള ഒരു വേദി ഉണ്ടായില്ല. അത്തരം ചർച്ചകളിലേക്ക് കടക്കാൻ വേണ്ടി തീരുമാനിക്കുന്നതിന് മുൻപ് തന്നെ ഈ വിഷയം മാധ്യമങ്ങളിൽ, മുന്നണി മാറ്റ ചർച്ച മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായി. അതുകൊണ്ട് അത് വേണ്ടെന്ന് വെക്കുകയായിരുന്നു. ഒപ്പം തന്നെ ചില നേതാക്കളുടെ സമ്മർദ്ദവും ഇതിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു എന്ന് അദ്ദേഹം ഓഫ് ദ റെക്കോർഡായിട്ട് നമ്മളോട് പറയുകയും ചെയ്തു. അതായത് നമ്മൾ ആ സമയത്ത് ഏറെ ചർച്ച ചെയ്തിരുന്നതാണ് റോഷിയുടെയും അതുപോലെ തന്നെ പ്രമോദ് നാരായണന്റെയൊക്കെ നിലപാട്. ആ നിലപാടുകളാണ് LDF-ൽ നിന്നും UDF-ലേക്ക് പോകുന്നതിനെ കേരള കോൺഗ്രസിനെ തടഞ്ഞതെന്ന ആ സമയത്ത് തന്നെ വാർത്തകൾ പുറത്തു വന്നതാണ്. എന്നാൽ ഇപ്പോൾ അത് കൂടുതൽ അടിവരയിട്ട് ഉറപ്പിക്കുകയാണ്. അന്ന് ഇക്കാര്യങ്ങളെല്ലാം നടന്നിരുന്നു. കൃത്യമായ ചില ഓപ്പറേഷനുകൾ അന്ന് ആ സമയത്ത് UDF-ലേക്ക് പോകുന്നതിന് വേണ്ടി കേരള കോൺഗ്രസ് നടത്തിയതാണ്. എന്നാൽ അതിന് 2 നേതാക്കൾ തടസ്സം നിന്നതാണ് തിരിച്ചടിയായത്. എന്തായാലും ഈ ഒരു തോൽവിയോടുകൂടി ആ കാര്യങ്ങളെല്ലാം പുറത്തേക്ക് വരികയാണ്. ജോബ് മൈക്കിൾ തന്നെ അത് തുറന്നു പറയാൻ തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ തോമസ് ചാഴിക്കാടന്റെ നിലപാട്, അതായത് നേരത്തെ ലോക്സഭയിൽ തോൽവിയുണ്ടായിരുന്നപ്പോൾ പിണറായി വിജയന്റെയും സർക്കാരിന്റെയും നിലപാടുകളാണ് തനിക്ക് തിരിച്ചടിയായെന്ന് അദ്ദേഹം പാർട്ടി കമ്മിറ്റിയിൽ പറഞ്ഞതാണ്. അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ പ്രതികരണം നടത്തിയിരിക്കുന്നത്. അതായത് ഭരണവിരുദ്ധ വികാരം കൃത്യമായി അലയടിച്ചു. അതിന്റെ ഒരു പ്രതിഫലനമാണ് കേരള കോൺഗ്രസിനും ഉണ്ടായതെന്നാണ് അവർ വിലയിരുത്തിയിരിക്കുന്നത്. എന്തായാലും ഇത് വിശദമായി ചർച്ച ചെയ്യണം ഈ വിഷയം എന്നുള്ളൊരു നിലപാടിലേക്ക് നേതാക്കളും പ്രവർത്തകരും എത്തിയിരിക്കുന്നു. ഇതിനോടകം തന്നെ 2 നിലപാട്, അതായത് മുന്നണി മാറാതിരുന്നതിലുള്ള അതൃപ്തിയുള്ള നേതാക്കളും പ്രവർത്തകരും ഒരു വശത്ത്, നേരെ തിരിച്ച് മറ്റൊരു വിഭാഗവും രൂപപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ഭിന്നതയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്നും ഇപ്പോൾ തെളിഞ്ഞു വരുന്ന കാര്യം. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഈ എലിക്കുളം പഞ്ചായത്തിലുള്ള സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള ജോണി ഏറത്ത് രാജിവെച്ചത്. അദ്ദേഹം ഇത് തന്നെ നേരത്തെ UDF-നൊപ്പം പോകണമെന്നുള്ള ഒരു നിലപാട് സ്വീകരിച്ച വ്യക്തിയായിരുന്നു. അത് കൃത്യമായി നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തതാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ നിലപാടൊന്നും ആരും വകവെച്ചില്ല. അതുകൊണ്ടാണ് ഈ ഒരു
ഘട്ടത്തിൽ രാജിയിലേക്ക് പോകുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഈ ജോസ് കെ മാണിയുടെ തോൽവിക്ക് കാരണവും എരിക്കുളത്ത് നിന്ന് വോട്ട് കിട്ടാത്തതാണെന്നുള്ള പരാമർശങ്ങൾ വന്നൊരു പശ്ചാത്തലത്തിലാണ് ചില വാക്കുതർക്കങ്ങൾ അടക്കം ഉണ്ടായി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്തായാലും അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ രാജിയിലേക്ക് പോയിരിക്കുന്നത്. എന്തായാലും കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു തോൽവി സമീപ ഭാവിയിൽ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് വലിയ തിരിച്ചടിയാണ് അവർക്ക് ഉണ്ടായിട്ടുള്ളത്. എങ്ങനെ ഈ ഒരു വീഴ്ചയിൽ നിന്നും അവർക്ക് റിക്കവറി ചെയ്ത് വരാൻ സാധിക്കുമെന്നുള്ളത് വലിയ ചർച്ചയായി തന്നെ നിൽക്കുന്നു. ജോസ് കെ മാണി ഇന്നലെ പറഞ്ഞതും അതാണ്. എന്തായാലും അടിയന്തര കമ്മിറ്റികൾ ഉടൻ വിളിച്ചു ചേർക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദിലീപ് കുമാർ. കനത്ത തോൽവിക്ക് പിന്നാലെ കേരള കോൺഗ്രസ് എമ്മിൽ അതൃപ്തി പുകയുകയാണ്. കേരള കോൺഗ്രസ് എമ്മിന്റെ ഭാവി എന്താകും എന്ന ആശങ്ക ആ പാർട്ടിയുടെ നേതാക്കൾക്കും പ്രവർത്തകർക്കുമൊക്കെയുണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ കേരള കോൺഗ്രസ് എമ്മുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പൊട്ടിത്തെറികൾ തന്നെ ഉണ്ടായാലും അത്ഭുതപ്പെടാനില്ല. കേരള കോൺഗ്രസ് എം കനത്ത പ്രതിസന്ധിയിലാണിപ്പോൾ. വിവരങ്ങൾ നൽകിയത് കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.